So today we are going to discuss the analytical method for metacentric height. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെറ്റാസെൻറ്റർ എന്താണെന്നും മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്താണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഈ മെറ്റാസെൻട്രിക് ഹൈറ്റ് നമ്മൾ അനലിറ്റിക്കലായിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് ഒരു എക്സ്പെരിമെൻ്റൽ മെത്തേഡ് കൂടെ ഉണ്ട്, അതും നമ്മൾ പഠിക്കും. അപ്പോൾ ഈ അനലിറ്റിക്കൽ മെത്തേഡിൽ മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ്റെ ഡെറിവേഷനാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ തന്നെ എക്സ്പെരിമെൻ്റൽ മെത്തേഡും ഉണ്ട്. ഈ രണ്ട് ക്വസ്റ്റ്യൻസും മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അനലിറ്റിക്കൽ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ മെറ്റാസെൻറ്ററിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട്. ആ ഒരു ക്വസ്റ്റ്യൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഡയറക്റ്റ്ലി. അതുപോലെ തന്നെ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് മെറ്റാസെൻട്രിക് ഹൈറ്റും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഒരു നോർമൽ പൊസിഷനിൽ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന, ലിക്വിഡ് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഒരു ബോഡി, ആ ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പറഞ്ഞു. അതിന് താഴെയായിട്ട് സെൻറ്റർ ഓഫ് ബോയൻസി എന്ന പോയിൻ്റ് നമ്മൾ പറഞ്ഞു. അതിനെ നമ്മളൊരു റൊട്ടേഷൻ, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ സെൻറ്റർ ഓഫ് ബോയൻസി ഈ ബി എന്ന പോയിന്റിൽ നിന്നും റൈറ്റ് സൈഡിലോട്ട് മാറി പുതിയൊരു B1 എന്ന ഒരു പോയിന്റിലേക്ക് മാറും. ബിക്കോസ് ഇതിൻ്റെ റൊട്ടേഷൻ കാരണം കുറച്ച് പോർഷൻ ലെഫ്റ്റ് സൈഡിൽ മുകളിലോട്ട് പോകുന്നു, റൈറ്റ് സൈഡിൽ താഴോട്ട് വരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇനീഷ്യൽ പൊസിഷനിൽ മാറി വേറൊരു പോയിന്റിലേക്ക് മാറി. കൂടുതൽ വെയിറ്റ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മാറും. അപ്പോൾ ഈ വെള്ളത്തിനകത്ത്, ഈ ലിക്വിഡിനകത്ത് ഇമ്മേഴ്സ് ചെയ്ത് നിൽക്കുന്ന ഭാഗം എത്രയാണോ, ഇവിടെ അതൊരു വെഡ്ജ് ഷേപ്പിലാണ് വരുന്നത്. ഇവിടെ അതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണെങ്കിൽ ഇവിടെ ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ ഷേപ്പ് മാറി. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മാറി. അപ്പോൾ ഈ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി തന്നെയാണ് നമ്മുടെ സെൻറ്റർ ഓഫ് ബോയൻസി, പുതിയ സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഈ B1 എന്ന് പറയുന്ന പോയിൻ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ഫിഗറിലും ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന വെള്ളത്തിനകത്തുള്ള പോർഷൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ് സെൻറ്റർ ഓഫ് ബോയൻസി. ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി G എന്ന് പറയുന്നത് ടോട്ടൽ ഈ ബോഡി, അതായത് ABCD എന്ന ടോട്ടൽ ബോഡി, ABCD എന്ന് പറയുന്ന ഈ പോയിൻ്റാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഈ ഒരു ബോഡിയിലെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി Gയും ഇമ്മേഴ്സ് ചെയ്ത പോർഷൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി Bയും, അതാണ് നമ്മുടെ സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്ന പോയിൻ്റ്. അത് രണ്ടും ഈക്വലാണ്. ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുപോലെ ഇവിടെ പക്ഷേ സെൻറ്റർ ഓഫ് ബോയൻസി മാറും. കാരണം ഇവിടെ റെക്റ്റാങ്കുലർ ഷേപ്പ് അല്ല ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നത്, ഷേപ്പ് മാറി B1 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് സെൻറ്റർ ഓഫ് ബോയൻസി വന്നു. അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ വന്നു. ഇനി നെക്സ്റ്റ് ഇതിനകത്ത് നിങ്ങൾക്ക് ഏതാണ് സെൻറ്റർ ഓഫ് മെറ്റാസെൻട്രിക് ഹൈറ്റ്? മെറ്റാസെൻറ്റർ എന്ന് പറയുന്നത് പുതിയ സെൻറ്റർ ഓഫ് ബോയൻസി. നമ്മളിതിന് ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ പുതിയ സെൻറ്റർ ഓഫ് ബോയൻസി B1 വന്നു. ആ B1ൽ നിന്നും ഡയറക്റ്റ്ലി വേർട്ടിക്കലി ഒരു ലൈൻ വരച്ചാൽ നിങ്ങളുടെ ഈ ഒരു വേർട്ടിക്കൽ ആക്സിസ്, ഇനീഷ്യലി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻറ്റർ ഓഫ് ബോയൻസി ഉള്ള ആ ഒരു വേർട്ടിക്കൽ ആക്സിസിനെ എവിടെയാണോ കോയിൻസൈഡ് ചെയ്യുന്നത് ആ പോയിൻ്റാണ് മെറ്റാ സെൻറ്റർ ഓഫ് ദ ബോഡി എന്ന് പറയുന്നത്. ആ മെറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും ഈ B എന്ന് പറയുന്ന ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഇനീഷ്യൽ നമ്മൾ പറഞ്ഞ ബോയൻസി. ആ ഡിസ്റ്റൻസ് ആണ് BM ആണ് നമ്മുടെ എന്ത് മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പം ഈ G എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് നമ്മുടെ മെറ്റാസെൻട്രിക് ഹൈറ്റ്. അതായത് M എന്ന് പറയുന്ന മെറ്റാസെൻറ്ററിൽ നിന്ന് G എന്ന ഇനീഷ്യൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള പോയിന്റ് GM ആണ് മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മെറ്റാസെൻട്രിക് ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡെറിവേഷനിലേക്ക് പോകുന്നതിന് മുമ്പ്. ആ എക്സ്പ്ലനേഷൻ എന്താണെന്ന് നമുക്ക് ഈ ഫിഗറിൻ്റെ സഹായത്തോടെ ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഈ ഒരു റെക്റ്റാങ്കുലർ ബോഡി എങ്ങനെയാണ് കിടക്കുന്നത്. നോർമലായിട്ട് പ്ലേസ് എന്താണ് ഫ്ലോട്ട് ചെയ്തിരിക്കുന്നുണ്ട്. അതിന് നമ്മളൊരു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ മേജർ ആക്സിസ്, ഇവിടെ Gയും Bയും കടന്നു പോകുന്നൊരു മേജർ ആക്സിസ് ഉണ്ട്. ഒരു ടിൽറ്റ് സംഭവിക്കുമ്പോൾ ഇവിടെ ഒരു പോർഷൻ ലെഫ്റ്റ് സൈഡിൽ റൈസ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു വെഡ്ജ് ഷേപ്പിലുള്ള ഒരു പ്രിസം കൺസിഡർ ചെയ്യുകയാണ്. അതായത് റൈറ്റ് സൈഡിൽ B' OB
എന്ന് പറയുന്ന ഷേപ്പിൽ. ഇതൊരു പ്രിസമാണെന്ന് പറയാൻ കാരണം ഇതൊരു 3D എലമെൻ്റ് ആണല്ലോ. അപ്പോൾ ഈ ഒരു ബ്ലോക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. ടോപ്പിൽ നിന്ന് നോക്കുമ്പോഴുള്ള ലെങ്ത്ത് വൈസ് വ്യൂ ആണ്, ടോപ്പ് വ്യൂ ആണ്, പ്ലാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എലോങ് ദ വാട്ടർ ലൈനുള്ള പ്ലാനാണ്. അപ്പോൾ ഇത് ലെങ്ത്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ ബോഡിയുടെ പ്ലാനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്ലാനിൽ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ലെങ്ത്തിന് കറസ്പോണ്ടിങ്ങിലി ഇവിടെ ഒരു സ്ട്രിപ്പും കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഫിഗറിലോട്ട് വരാം. അപ്പോൾ ഇവിടെ BO B' എന്ന് പറഞ്ഞ ഒരു വെഡ്ജ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിൽ AO A' എന്ന് പറഞ്ഞ ഒരു വെഡ്ജും. ഇത് വെഡ്ജ് എന്ന് പറയാൻ കാരണം ഇതൊരു 3D ആണ്. ഇതിന് നമ്മൾ നോക്കുന്ന ഡയറക്ഷനിൽ ഒരു ലെങ്ത്ത് ഉണ്ട് ഈ ബോഡിക്ക്, അതുകൊണ്ട് അതൊരു വെഡ്ജാണ്. ഓക്കെ, AO A' എന്ന് പറഞ്ഞ ഒരു വെഡ്ജും റൈറ്റ് സൈഡിൽ BO B' എന്ന് പറഞ്ഞ വെഡ്ജും. അവിടെയുള്ള ആംഗിൾ, ഫോം ചെയ്യുന്ന ആംഗിൾ തീറ്റ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ പറയുന്നത് റൈറ്റ് സൈഡിലുള്ള വെഡ്ജ് താഴോട്ട് പോകുമ്പോഴത്, അതായത് ഈ വാട്ടർ സർഫേസിൽ താഴോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള AO A' എന്ന് പറഞ്ഞ വെഡ്ജ് വാട്ടർ സർഫേസിന് മുകളിലോട്ടാണ് പോകുന്നത്. അറ്റ് ദ സെയിം ടൈം ഇവിടെ ഈ ഒരു വെഡ്ജിൽ ഉള്ള ബോയൻസി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പോൾ മുങ്ങിക്കിടക്കുന്ന പോർഷൻ്റെ ബോയൻസി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ മെറ്റാ സെൻറ്റർ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ വെഡ്ജിനുള്ള, അതായത് ഈ BO B' എന്ന് പറഞ്ഞ പോർഷൻ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ബോയൻ ഫോഴ്സ് എന്ത് ചെയ്യും, ഗെയിൻ ചെയ്യും. അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ, ദീസ് വെഡ്ജസ് റെപ്രസെൻറ്റ് identical wedge shaped prism represented by AO A' emerges out of the water on the left of the axis. These wedges represent a gain in buoyant force on the right side and corresponding loss of buoyant force on the left side. അതായത് ഈ റൈറ്റ് സൈഡിൽ ഒരു ഗെയിൻ ഇൻ ബോയിൻ ഫോഴ്സ് DFB. ബോയിൻ ഫോഴ്സ് എപ്പോഴും മുകളിലോട്ടാണ് ഉണ്ടാവുക, അപ്വേർഡാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഒരു ഗെയിൻ ഇൻ ബോയിൻ ഫോഴ്സ് DFB റൈറ്റ് സൈഡിലെ വെഡ്ജിലും, ലെഫ്റ്റ് സൈഡിൽ ലോസ് ഇൻ ബോയിൻ ഫോഴ്സ് DFB, അതുകൊണ്ടാണ് താഴോട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഗെയിനും ലോസും രണ്ട് സൈഡിലും ബോയിങ് ഫോഴ്സിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു കപ്പിൾ ക്രിയേറ്റ് ചെയ്യാണ്. നിങ്ങൾക്കറിയാം, രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ഫോഴ്സസ് ആണ് കപ്പിൾ ക്രിയേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ അപ്വേർഡാണ് റൈറ്റ് സൈഡിൽ ബോയിങ് ഫോഴ്സ്, ലെഫ്റ്റ് സൈഡിൽ ഡൗൺവേർഡാണ്. അപ്പോൾ ഒരു കപ്പിൾ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഡ്യൂ ടു ദിസ് കപ്പിൾ എന്താണ്, അവിടെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇവിടെ B എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ബോയിങ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് റൈറ്റ് സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഡ്യൂ ടു ദാറ്റ് ഷിഫ്റ്റ് ഓൾസോ അവിടെ ഒരു എന്തുണ്ടാവും, മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. ബിക്കോസ് ഓഫ് ദാറ്റ് ഓൾസോ ഒരു മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. ഈ രണ്ട് മൊമെൻറ്റും എന്താണ്, ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അതായത് ഇവിടെയുള്ള രണ്ട് വെഡ്ജസ് കാരണം ആൻറ്റി ക്ലോക്ക് വൈസിലുള്ള ഒരു കപ്പിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ആ ഒരു മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതും ഈ ഒരു ബോയിങ് ഫോഴ്സ് അല്ലെങ്കിൽ ബോയിൻസി പോയിൻറ്റ് B എന്ന് B' മാറുമ്പോൾ അവിടെയുള്ളൊരു ബോയിങ് ഫോഴ്സ് FB എന്ന് പറഞ്ഞ് ഇവിടെ മാർക്ക് ചെയ്യുന്ന ഈ ഒരു FB എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ FB ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് B1 എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. നിങ്ങൾക്ക് ഇവിടെ B എന്ന് പറഞ്ഞ പോയിൻ്റാണ് B1 ആണ്. ആ B1 എന്ന് പറഞ്ഞ പോയിൻ്റ്, ആ ഡിസ്റ്റൻസ് ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ FB ഇൻറ്റു ആ ഡിസ്റ്റൻസ് കൊണ്ടുണ്ടാകുന്ന മൊമെൻറ്റും അതും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ആ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് പറയുന്നത്, ഇവിടെ ഈ കപ്പിൾ കൊണ്ടുണ്ടാകുന്ന മൊമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ, ആ രണ്ട് മൊമെൻറ്റ്സും ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിക്കുന്നത്. ആ രണ്ട് ഇക്വേഷനും അത് രണ്ടും ഇക്വേറ്റ് ചെയ്തിട്ടാണ്, ആ രണ്ട് മൊമെൻറ്റ്സും ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ ഇക്വേഷൻസ് കൂടെ എഴുതുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ആ ഒരു കൺസെപ്റ്റ് ക്ലിയറായി വരും. ഓക്കെ, സോ കപ്പിൾ ഡ്യൂ ടു വെഡ്ജസ് പറഞ്ഞു. കൺസിഡർ ടു
consider towards the right of the axis a small strip of thickness dx at a distance x from O as shown in figure. അപ്പോൾ ഇവിടെ കാണിച്ചതുപോലെ ഇതിനകത്ത് കാണിച്ചതുപോലെ നമ്മുടെ ഈ ഒരു O എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും റൈറ്റ് സൈഡിൽ എക്സ് ഡിസ്റ്റൻസിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് എക്സ് ഡിസ്റ്റൻസിൽ ഡി എക്സ് എന്ന് പറയുന്ന ചെറിയൊരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുന്നു. അത് ലെങ്ത്ത് വൈസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഫിഗറിൽ വൈ എന്ന് പറഞ്ഞ ആക്സിസിൽ ലെങ്ത്ത് വൈസ് കാണിച്ചിട്ടുണ്ട്. ഈ സൈഡിൽ നിന്ന് നോക്കുന്ന വ്യൂ ആണ് ഇവിടെ കാണുന്നത് ഈ ഒരു ഫിഗർ. അപ്പോൾ എക്സ് ഡിസ്റ്റൻസിൽ ഒരു ഡി എക്സ് എന്ന് പറഞ്ഞൊരു സ്ട്രിപ്പ് ഉണ്ട്. അത് ലെങ്ത്ത് വൈസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഡി എക്സ് എന്ന് പറയുന്ന സ്ട്രിപ്പ്. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഏരിയ, ഈ ഡി എക്സ് എന്ന് പറയുന്ന സ്ട്രിപ്പിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ ഫിഗറിൽ നോക്കാം. എക്സ് എന്ന് പറഞ്ഞൊരു ഡിസ്റ്റൻസ്, അവിടെ ഡി എക്സ് എന്ന് പറയുന്നൊരു സ്ട്രിപ്പ് ഈ ഒരു ഹൈറ്റിൽ ഈ ഒരു സ്ട്രിപ്പിനകത്ത് വരും. ഡി എക്സ് എന്ന് പറഞ്ഞ തിക്നെസ് ഉള്ള ഒരു സ്ട്രിപ്പ്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണെന്നാണ് നോക്കേണ്ടത്. ഓക്കെ, ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഹൈറ്റ് ആവശ്യമാണ്, അതുപോലെ തന്നെ തിക്നെസ്സും ആവശ്യമാണ്. തിക്നെസ് ഡി എക്സ് എന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, തിക്നെസ് ഇവിടെ ഡി എക്സ് ആണ്. ഹൈറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എക്സ് ഇൻറ്റു ബി ഒ ബി ഡാഷ്, എക്സ് ഇൻറ്റു ബി ഒ ബി ഡാഷ് എന്ന് പറയുന്ന ആംഗിൾ എക്സ് ഇൻറ്റു തീറ്റ. എക്സ് ഇൻറ്റു തീറ്റ അങ്ങനെയാണ്, ഇവിടെ ഇതൊരു ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ സൈഡ് എക്സ് പ്ലസ് ഇൻറ്റു ഈ ആംഗിൾ, അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടും. നിങ്ങളൊരു ആർക്കിൻ്റെ കോൺസെപ്റ്റ് എടുത്താൽ നിങ്ങൾക്കറിയാം ആംഗിൾ ഇൻറ്റു റേഡിയസ് ആണ് സൈഡ് ആർക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു സ്മോൾ സ്ട്രിപ്പാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ആംഗിൾ ഇൻറ്റു ഈ എക്സ് എന്ന് പറഞ്ഞ സൈഡ്. ഓക്കെ, അങ്ങനെ എടുക്കാം. അപ്പോൾ എക്സ് ഇൻറ്റു തീറ്റ, അത് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. എക്സ് ഇൻറ്റു തീറ്റ ആണ് ഹൈറ്റ് ഓഫ് ദ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർക്കണം, ഇത് ലെങ്ത്താണ്, സ്ട്രിപ്പ് ലെങ്ത് വൈസ് ആണ്. ഇതിൻ്റെ ഈ ഒരു ഡയറക്ഷനിൽ വ്യൂ ആയതുകൊണ്ട് ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഈ കാണുന്ന എൽ എന്ന് പറയുന്ന ലെങ്ത് ഓഫ് ദ സ്ട്രിപ്പാണ്, അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ദ ബ്ലോക്കാണ്. അതങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഹൈറ്റ് എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു ആംഗിളാണ് ഈ സ്ട്രിപ്പിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഏരിയ ഓഫ് ദാറ്റ് സ്ട്രിപ്പ് എടുക്കണമെങ്കിൽ എന്താണ്? എക്സ് ഇൻറ്റു തീറ്റ ഇൻറ്റു ഡി എക്സ്. ഡി എക്സ് എന്ന് പറയുന്നത് തിക്നെസ് ആണ്, ഈ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. ഡി എക്സ് എന്ന് പറയുന്നത് തിക്നെസ് ആണ്. ഓക്കെ, ഇഫ് എൽ ഈസ് ദ ലെങ്ത് ഓഫ് ദ ഫ്ലോട്ടിംഗ് ബോഡി, അത് നമ്മൾ ഓൾറെഡി ഫിഗറിൽ കണ്ടു. സി എന്ന് പറഞ്ഞ ഫിഗറിൽ വോളിയം കിട്ടണമെങ്കിൽ ഏരിയ ഇൻറ്റു എൽ ചെയ്യാം. ഏരിയ നമുക്ക് കിട്ടി, അതായത് ഈ ഒരു ഡയറക്ഷനിൽ എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് അപ്പുറം ഡി എക്സ് എന്ന് പറഞ്ഞൊരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്തു. ആ ഡി എക്സിൻ്റെ ഏരിയ നമ്മൾ എക്സ് എന്താണ് തീറ്റ, എക്സ് ഇൻറ്റു തീറ്റ എന്ന് ഹൈറ്റ് കിട്ടി, ഇൻറ്റു ഡി എക്സ് ചെയ്ത് തിക്നെസ് ചെയ്യുമ്പോൾ വോളിയം കിട്ടി. ഇനി നിങ്ങൾക്ക് ഏരിയ കിട്ടി. ഇനി അതിൽ നിന്ന് വോളിയം കണ്ടുപിടിക്കാൻ ഇൻറ്റു ലെങ്ത്ത് ചെയ്യാം. ഓക്കെ, ഈ സൈഡിലുള്ള ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ ഇൻറ്റു ലെങ്ത്ത് കൂടെ ചെയ്യുമ്പോൾ ഈ സ്ട്രിപ്പിൻ്റെ ഏരിയ കിട്ടും. ഓക്കെ, സോ എക്സ് ഇൻറ്റു തീറ്റ ഇൻറ്റു എൽ ഇൻറ്റു ഡി എക്സ്. സോ വി ഹാവ് വെയ്റ്റ് ഓഫ് സ്ട്രിപ്പ്. വെയ്റ്റ് ഓഫ് സ്ട്രിപ്പ് പറഞ്ഞാൽ റോ ജി ഇൻറ്റു വോളിയമാണ്, അതായത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം മാസ് ഇൻറ്റു ജി ചെയ്ത വെയ്റ്റ് ഓഫ് സ്ട്രിപ്പ് കിട്ടി. റോ ജി ഇൻറ്റു വോളിയം, ദാറ്റ് ഈസ് വോളിയം എക്സ് ഇൻറ്റു തീറ്റ ഇൻറ്റു എൽ ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടി. സോ റോ ജി എക്സ് തീറ്റ എൽ ഡി എക്സ് ആണ് വെയ്റ്റ് കിട്ടുന്നത്. ഇനി ഇതേപോലെ തന്നെ ഇതിപ്പോൾ റൈറ്റ് സൈഡിൽ ബി ഒ ബി ഡാഷ് എന്ന ആംഗിളിലുള്ള ഒരു സ്ട്രിപ്പാണ്, ആംഗിളിൽ വരുന്ന ആ ഒരു വെഡ്ജിൽ വരുന്ന ഒരു സ്ട്രിപ്പാണ് നമ്മളെടുത്തത്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും നമുക്ക് വെയ്റ്റ് ഓഫ് സ്ട്രിപ്പ് നമുക്ക് റോ ജി എക്സ് തീറ്റ എൽ ഡി എക്സ് എന്ന് കിട്ടും. ലെഫ്റ്റ് സൈഡിൽ ഒ എന്ന പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, ഇപ്പോൾ റൈറ്റ് സൈഡിലാണ് നമ്മളൊരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്തത് അല്ലേ, ഇവിടെ റൈറ്റ് സൈഡിലാണ് നമ്മളൊരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്തത്. ഇനിയിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മളൊരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ് സൈഡിലാണ് നമ്മൾ സ്ട്രിപ്പ് കൺസിഡർ ചെയ്തത്. ഇപ്പോൾ ഇനി ലെഫ്റ്റ് സൈഡിലും നമുക്ക് അതേപോലെ തന്നെ സ്ട്രിപ്പിൻ്റെ വോളിയം കണ്ടുപിടിക്കാം, വെയ്റ്റ് കണ്ടുപിടിക്കാം. വെയ്റ്റ് നമുക്ക് ഇതേപോലെ തന്നെ റോ ജി എക്സ് തീറ്റ എൽ ഡി എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി മൊമെൻറ്റ് ഓഫ് ദിസ് കപ്പിൾ. ഈ കപ്പിൾ ഫോം ചെയ്യുന്ന, അതായത് നമ്മൾ പറഞ്ഞു റൈറ്റ് സൈഡിൽ അപ്വേർഡ് ഒരു ബോയിങ് ഫോഴ്സ് ഡി എഫ് ബി, ലെഫ്റ്റ് സൈഡിൽ താഴോട്ടും, അപ്പോൾ ഒരു കപ്പിൾ ഫോം ചെയ്യും. ഈ കപ്പിൾ ഫോം ചെയ്യുന്ന കോസ് ചെയ്യുന്ന മൊമെൻറ്റ്
ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കപ്പിളാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ത്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ത്, മൊമെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ അപ്വേർഡും ലെഫ്റ്റ് സൈഡിൽ താഴോട്ടും ആ കപ്പിൾ കോസ് ചെയ്യുന്ന മൊമെൻറ്റ് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ദ സ്ട്രിപ്പ്. റൈറ്റ് സൈഡിലെ സ്ട്രിപ്പിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ്, ലെഫ്റ്റ് സൈഡിലും സ്ട്രിപ്പിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ 2x വരും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. എക്സ് പ്ലസ് എക്സ് ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ട്രിപ്പ്. അത് ആ ഫിഗറിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് എക്സ്. സോ വെയിറ്റ് ഓഫ് ഈച്ച് സ്ട്രിപ്പ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു വെയിറ്റ് ആണെന്ത്, നമ്മുടെ മൊമെൻറ്റ് ഓഫ് ദിസ് കപ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ റോ ജി എക്സ് ഈ ഒരു വാല്യൂ വരും ഇൻറ്റു 2x, എക്സ് പ്ലസ് എക്സ് 2x. അതൊന്നുകൂടെ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതി 2 റോ ജി എക്സ് സ്ക്വയർ തീറ്റ എൽ തീറ്റ ഇൻറ്റു എൽ ഡി എക്സ് എന്ന് വന്നു. ഇനി മൊമെൻറ്റ് ഓഫ് ദ കപ്പിൾ ഫോർ ദ ഹോൾ വെഡ്ജ്. നമ്മളിപ്പോൾ ഒരു സ്ട്രിപ്പാണ് കൺസിഡർ ചെയ്തത്, പക്ഷേ മൊത്തത്തിൽ ആ ഒരു വെഡ്ജ് മൊത്തം കൺസിഡർ ചെയ്യുമ്പോൾ മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. നമ്മളൊരു സ്ട്രിപ്പാണ് ആദ്യം കൺസിഡർ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക ഹോൾ വെഡ്ജ്, അതായത് റൈറ്റ് സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ മൊത്തം വെഡ്ജിൻ്റെ. നമ്മളൊരു സ്ട്രിപ്പിൻ്റെ മാത്രമാണ് കൺസിഡർ ചെയ്തത്. മൊത്തം വെഡ്ജ് എ ഒ എ ഡാഷ് എന്ന ആ ഒരു പോർഷനും ബി ഒ ബി ഡാഷ് മൊത്തത്തിൽ വരുമ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക ആ രണ്ട് വെഡ്ജിലെയും കൂടെയുള്ള മൊമെൻറ്റ്. ഓക്കെ. ഇനി മൊമെൻറ്റ് ഓഫ് കപ്പിൾ ഡ്യൂ ടു ഷിഫ്റ്റിംഗ് ഓഫ് സെൻറ്റർ ഓഫ് ബോയിൻസി. ബിന്ന് ബി ഡാഷിലേക്ക് സെൻറ്റർ ഓഫ് ബോയിൻസി മാറും. അപ്പോൾ നമ്മൾ ഫോഴ്സ് എഫ് ബി എന്ന് പറഞ്ഞൊരു ബോയിൻ ഫോഴ്സ്, അത് കോസ് ചെയ്യുന്ന മൊമെൻറ്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരുന്നത് ബി ബി ഡാഷ് ആണ്. അത് ഫിഗറിൽ നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. എഫ് ബി ഇൻറ്റു ബി എം ഇൻറ്റു തീറ്റ. ഇനി ബി ബി ഡാഷ് എങ്ങനെ ബി എം ഇൻറ്റു തീറ്റ ആവും, അത് നോക്കാം. ബി ബി ഡാഷ്, ഇവിടെ ബി ഇൻറ്റു ബി ഡാഷ് എന്ന് പറയുന്നത് ഇവിടെ തീറ്റ ഇൻറ്റു ബി എം. ബി എന്ന് പറഞ്ഞ പോയിൻറ്റും എമ്മിലേക്കുള്ള ഡിസ്റ്റൻസ് ഇൻറ്റു ഈ ഇൻക്ലൂഡഡ് ആംഗിൾ ആണെന്ത്, ബി ബി ഡാഷ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ വി ഗെറ്റ് എഫ് ബി ഇൻറ്റു ബി എം ഇൻറ്റു തീറ്റ. ഈ എഫ് ബി എന്ന് പറയുന്ന ബോയിങ് ഫോഴ്സ് നമുക്കറിയാം വെയ്റ്റിന് ഈക്വലാണ്. വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ടു ബോയിങ് ഫോഴ്സ്. കാരണം വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുമ്പോൾ അപ്വേർഡ് ഫോഴ്സ് ആണ് ബോയിങ് ഫോഴ്സ് എന്ന് പറയുന്നത്, അത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിന് പകരം ഡബ്ല്യു കൊടുക്കാം. ഓക്കെ. സോ ബി എം ഇൻറ്റു തീറ്റയാണ് ബി വൺ എന്ന് പറഞ്ഞ വാല്യൂ, ആ ഒരു ഡിസ്റ്റൻസ്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് മൊമെൻറ്റ്. ഇനി ഈ മൊമെൻറ്റും ഈ കപ്പിൾ ഉണ്ടാക്കുന്ന മൊമെൻറ്റും ഈ ഇൻറ്റഗ്രേറ്റ് ചെയ്ത ഈ മൊമെൻറ്റും ഈക്വൽ ആണ് എന്നാണ് നമ്മൾ ഇനീഷ്യലി പറഞ്ഞത്, ഓർക്കുന്നുണ്ടാവും നിങ്ങൾ. അപ്പോൾ ഇൻറ്റഗ്രൽ ടു റോ ജി എക്സ് സ്ക്വയർ തീറ്റ എൽ ഇൻറ്റു ഡി എക്സ് ഇൻറ്റു എന്താണ് ഡബ്ല്യു ഇൻറ്റു ബി എം ഇൻറ്റു തീറ്റ. സോറി, എന്താണ് ഇക്വേറ്റ് ചെയ്യുക, മൾട്ടിപ്ലൈ അല്ല ഇക്വേറ്റ് ചെയ്യുക. ഈ ഒരു വാല്യൂം ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അത് നമ്മളിവിടെ ഇക്വേറ്റ് ചെയ്തു. ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഡബ്ല്യു ഇൻറ്റു ബി എം ഇൻറ്റു തീറ്റ, ആ തീറ്റ രണ്ട് സൈഡിലുള്ളതുകൊണ്ട് ക്യാൻസൽ ആവും. ഇനി നിങ്ങൾ ഈ കോൺസ്റ്റൻസ് പുറത്തോട്ട് എടുക്കുമ്പോൾ 2 റോ ജി ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ എൽ ഡി എക്സ് എന്ന് വരും. ഓക്കെ. ഇനി എൽ ഡി എക്സ് എന്ന് പറയുന്നത് എൽ ഡി എക്സ് എലമെൻറ്റൽ ഏരിയ ഓൺ ദ വാട്ടർ ലൈൻ എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ നിങ്ങൾക്കറിയാം ഈ ഒരു വാട്ടർ ലൈനിൽ എൽ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസും ഡി എക്സ് എന്ന് പറഞ്ഞ ഒരു തിക്നെസ്സും, അപ്പോൾ ഒരു എലമെൻറ്റൽ ഏരിയ ആണ്. ഈ ഒരു വാട്ടർ ലൈനിൽ നമ്മൾ അപ്സൈഡ് നോക്കുമ്പോൾ ഉള്ള ഒരു ഏരിയ ആണ് ഈ എൽ ഇൻറ്റു ഡി എക്സ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഇവിടെ ഡി എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഈസ് ഈക്വൽ ടു ഡി എ. അപ്പോൾ എൽ ഡി എക്സിന് നമുക്ക് ഡി എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെ മാറും, 2 റോ ജി ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എ. ഇപ്പോൾ നമുക്ക് അറിയുന്ന ഒരു ഫോർമാറ്റിലേക്ക് മാറി. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ ഡി എ ഇസ് ദ സെക്കൻഡ് മൊമെൻറ്റ് ഓഫ് ഏരിയ, അതായത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ പ്ലാൻ ഓഫ് ദ ബോഡി എബൌട്ട് വൈ വൈ അറ്റ് വാട്ടർ സർഫേസ് എബൌട്ട് വൈ വൈ ആക്സിസ്. വൈ വൈ ആക്സിസ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ പ്ലാൻ ഓഫ് ദ ബോഡി കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിൽ വൈ വൈ ആക്സിസിൻ്റെ എബൌട്ട് ഉള്ള സെക്കൻഡ് മൊമെൻറ്റ് ഓഫ് ഏരിയ ആണ് ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എ എന്ന് പറയുന്നത്. 2 ഇൻറ്റു ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എ, അല്ലെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് നമുക്ക് പറയാം അതിന്. ഓക്കെ. അപ്പോൾ എന്തായി, അതിന് നമുക്ക് 2 ഇൻറ്റു ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എന് നമ്മൾ ഐ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അല്ലെങ്കിൽ സെക്കൻഡ് മൊമെൻറ്റ് ഓഫ് ഏരിയ നമ്മൾ ഐ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ഡബ്ല്യു വെയ്റ്റിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. ബി എം ഈസ് ഈക്വൽ ടു റോ ജി ഐ ഡിവൈഡഡ് ബൈ ഡബ്ല്യു.
ഡബ്ല്യു എന്താണെന്ന് നോക്കാം. ഡബ്ല്യു ഇസ് എ വെയിറ്റ് ഓഫ് ദ ബോഡി. വെയിറ്റ് ഓഫ് ദ ബോഡി എന്ന് വെച്ചാൽ എന്താണ്? വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി. അതായത് ആ ബോഡി അതിനകത്ത് ഫ്ലോട്ട് ചെയ്യുമ്പോൾ ഒരു ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട് പുറത്തേക്ക്, അതിൻ്റെ വെയിറ്റും വെയിറ്റ് ഓഫ് ദ ബോഡി ഈക്വൽ ആണ്. ഇനി വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി എന്താണ്? റോ ജി ഇൻറ്റു, അതായത് ഡെൻസിറ്റി ഇൻറ്റു ജി ഇൻറ്റു വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി. ഓക്കെ, സിമ്പിൾ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ. റോ ജി ഇൻറ്റു വോളിയം ഓഫ് ദ ബോഡി സബ്മേർജ്ഡ് ഇൻ വാട്ടർ. വോളിയം ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി ഈസ് ഈക്വൽ ടു എന്താണ്? വോളിയം ഓഫ് ദ ബോഡി സബ്മേർജ്ഡ് ഇൻ വാട്ടർ എന്ന് വരും. ഓക്കെ, അപ്പോൾ റോ ജി ഇൻറ്റു വി, വോളിയത്തിന് ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മൾ. ഓക്കെ, അപ്പോൾ ഈ നൊട്ടേഷൻ എന്ന് പറയുന്നത് വോളിയത്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ പുതിയതായിട്ട് നിങ്ങൾ ഫെമിലിയറൈസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു നൊട്ടേഷൻ എന്ന് പറയുന്നത് ഐ ഡോണ്ട് നോ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ റോ ജി ഇൻറ്റു വോളിയം ഓഫ് ദ ബോഡി സബ്മേർജ്ഡ് ഇൻ വാട്ടർ. സോ ബി എം ഈസ് ഈക്വൽ ടു, നമ്മൾ ഈ ഡബ്ല്യുവിൻ്റെ വാല്യൂ റോ ജി ഇൻറ്റു വി എന്നുള്ള ഈ ഒരു വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റോ ജി ഇൻറ്റു ഐ ഡിവൈഡ്